എന്ന വികാരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. മലയാള മനോരമ ഈ അടുത്ത് കൊച്ചിയിൽ നടത്തിയ ഹോർത്തൂസ് എന്ന് പറയുന്ന പരിപാടിയുടെ പ്രമേയം നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. അതിൽ ഒരുപാട് സെഷനുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്തായിരുന്നു? ഞാൻ, നീ ഈസ് ഈക്വൽ ടു നാം. എന്നിട്ട് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഫീൽ ദി പവർ ഓഫ് വി. വി എന്നുള്ളതിന്റെ പവറിനെ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെ? ഈ വി എന്ന് പറയുമ്പോൾ കിട്ടുന്ന നമ്മൾ എന്ന് പറയുന്ന, ഞങ്ങൾ എന്നല്ല, ഞാൻ എന്നല്ല, നീ എന്നല്ല, നാം എന്ന് പറയുമ്പോൾ ഉണ്ടായിത്തീരുന്ന ആ ആഖ്യാനത്തിന്റെ ജ്വലനം, അത് ലോകത്ത് തീർക്കുന്ന സങ്കീർത്തനം അത് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീരം നമ്മുടെ കുടുംബമായി മാറട്ടെ. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ലൈഫ് ഈസ് എ ഡ്രാമ. ലൈഫ്, ജീവിതം ഒരു നാടകമാണ്. നാടകമേ ഉലകമേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ലൈഫ് ഈസ് എ ഡ്രാമ. വി ആർ ദി സിംഗേഴ്സ്, വി ആർ ദി വ്യൂവേഴ്സ്, വി ആർ ദി പ്ലേയേഴ്സ്, വി ആർ ദി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, വി ആർ ദി ആക്ടേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ. ബട്ട് ദി ഡയറക്ടർ ഈസ് ഗോഡ്. അവിടെയാണ് ഇതിവൃത്തം കിടക്കുന്നത്, അല്ലെ? ജീവിതം ഒരു നാടകമാണ്. നമ്മളാണ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, നമ്മളാണ് വ്യൂവേഴ്സ്, നമ്മളാണ് പ്ലേയേഴ്സ്, നമ്മളാണ് സിംഗേഴ്സ്, നമ്മൾ തന്നെയാണ് ആക്ടറും ആക്ട്രസും ഒക്കെ നമ്മൾ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് തന്നു. വിദൂഷകന്റെ വേഷം കെട്ടിയത് നമ്മളാണ്, നിമിർത്താടുന്നത് നമ്മളാണ്, വേഷം കെട്ടിയത് നമ്മളാണ്, അടക്കി ഭരിക്കുന്നത് നമ്മളാണ്, പാട്ട് പാടുന്നത് നമ്മളാണ്, നാടകം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. പക്ഷെ സംവിധാനം മാത്രം ദൈവം നമ്മളെ കയ്യിൽ തന്നില്ല. സംവിധായകൻ പടച്ചോനാണ്, ഉടയതമ്പുരാനാണ്, ഈശ്വരനാണ്, ജഗതീശ്വരനാണ്, അല്ലെ? അതുകൊണ്ട് ആ സംവിധായകൻ ബട്ടൺ നക്കുമ്പോ സ്റ്റോപ്പ് എന്ന് പറയുമ്പോ നമ്മുടെ പേര് മൃതദേഹം എന്ന്. അത് പ്ലേ നക്കുമ്പോ നമ്മൾ വീണ്ടും ഒരു ദിവസം കിട്ടിയില്ല, ബ്ലസ്ഡായി എന്ന് പറഞ്ഞ് വീണ്ടും ജീവിക്കാൻ. പോയി കിടക്കുമ്പോ എന്താ സംഭവിക്കാന്ന് ഒരിക്കലും പറയാൻ കഴിയൂല. ആഹാ രമിച്ചു ചെറുലൂതകൾ ആശു നിന്റെ ദേഹത്തിനേകി ചരമാവരണം ദുകൂലം നിഹാർദ്രയായുടനു ശസ്സുമണിഞ്ഞു നിന്മേൽ നിഹാര ശീകര മനോഹര മന്ത്യഹാരം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വാക്ക് ഒരു വലിയ ആത്മീയതയുടെ പ്രഘോഷണമായി മാറട്ടെ. ശിവരാത്രിയുടെ ഈ ധന്യതയിൽ, മനോഹരമായ വ്രതങ്ങൾക്കിടയിൽ, പൂജകൾക്കിടയിൽ, നമ്മുടെ ഒരുപാട് കാര്യസാധ്യങ്ങൾക്കിടയിൽ, ഉത്തരവാദിത്ത ബോധത്തിന്റെ മനോഹരമായ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഈ മുറ്റത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആബാല വൃദ്ധം വരുന്ന ഈ ജനതയ്ക്ക്, എന്റെ സ്വന്തം നാട്ടുകാർക്ക്, എന്റെ പ്രിയപ്പെട്ട ദേശനിവാസികൾക്ക് എന്റെ ഹൃദയത്തിന്റെ അകക്കാമ്പിൽ നിന്ന് ഹൃദയ വിശാലത കൊണ്ട് പ്രാർത്ഥനാപൂർവം വന്യ നമസ്കാരങ്ങളും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ച് എന്നെ ക്ഷണിച്ച ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും, എന്നെ ശ്രവിച്ച പ്രിയപ്പെട്ട വിശാല മനസ്കരായ എന്റെ പ്രിയ ശ്രോതാക്കൾക്കും ഒരായിരം കടപ്പാടുകളെ അറിയിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.